പത്മകുമാറിന് ജാമ്യം. കട്ടിളപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൽ ചേർന്നു. ഷമീർ, ഇതിൽ ജാമ്യം കിട്ടിയാലും ദ്വാരപാലക പാളി കേസിൽ റിമാൻഡിൽ തുടരുന്ന സാഹചര്യം ഉണ്ടല്ലോ, അപ്പം ജയിൽ മോചിതനാകാൻ കഴിയില്ല. ഇതിപ്പോ കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനമായും ഈ ജാമ്യാപേക്ഷയ്ക്ക് മേലുള്ള വിധിയാണ് കോടതിയിൽ ഉണ്ടായത്. അതായത് ഈ കേസിൽ സ്വാഭാവിക ജാമ്യത്തിന് പത്മകുമാർ അർഹനാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന് ജാമ്യം അനുവദിക്കാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. നമുക്കറിയാം ഈ കേസിൽ ഏഴാമത് പുറത്തിറങ്ങുന്ന ആളാണ് ഇപ്പോൾ പത്മകുമാറിന് ഇനി മാർച്ച് മാസം പകുതിയോടുകൂടിയാണ് ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യത്തിന് കോടതിയെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. കാരണം മാർച്ച് പകുതിയോടുകൂടി ആകുമ്പോഴേ ആ കേസിൽ 90 ദിവസം പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ ഈ കേസിലെ ഏഴാമത്തെ ആളും പുറത്തേക്ക് ഇറങ്ങുന്നു. കേസിൽ ഇതുവരെയായും കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തൊരു സാഹചര്യം, നേരത്തെ എല്ലാ പ്രതികൾക്കും ഉള്ളതുപോലെയുള്ള സ്വാഭാവിക ജാമ്യം ആ കുറ്റപത്രം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്മകുമാറിനും ആ ഒരു സ്വാഭാവിക നീതി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഈ ജാമ്യം ഇദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിൽ പോലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം ദ്വാരപാലക കേസിൽ അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. ഇനി 90 ദിവസം എന്ന് പറയുന്നത് മാർച്ചാണ്. മാർച്ചിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വീണ്ടും പ്രതിഭാഗം അഭിഭാഷകൻ നൽകും. അതിനുശേഷം അദ്ദേഹവും പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ ഇതിനു മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. എന്തായാലും ഇതിൽ ഉപാധികളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ജയിൽ മോചിതനാകാത്ത കാര്യത്തിൽ അത് പ്രസക്തിയില്ല. മാർച്ച് പകുതിയോടുകൂടി തന്നെ അടുത്ത കേസിലും അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാമെന്നാണ് നിലവിൽ പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷമീർ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പം ഈ ആദ്യത്തെ ഒരു കേസിൽ ജാമ്യമുണ്ട്, പക്ഷേ മറ്റേ കേസിൽ റിമാൻഡിലുള്ളത് കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പത്മകുമാറിന് കഴിയില്ല. പക്ഷേ ഇപ്പം SIT ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരായാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ SIT പറഞ്ഞത് ഉടൻ തന്നെ എത്രയും വേഗം ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ മാർച്ചിന് മുൻപ് തന്നെ കുറ്റപത്രമൊക്കെ അവിടെ സമർപ്പിക്കപ്പെട്ടാൽ ഈ പത്മകുമാറിന് പിന്നീട് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചാലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം രണ്ടാം ഘട്ട ഈ കേസിൽ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം, രണ്ടാം ഘട്ടം ശാസ്ത്രീയ പരിശോധനകൾക്കൊക്കെ തന്നെ അന്വേഷണ സംഘം പോകുന്നുണ്ട്. ഏതായാലും അതിന്റെയൊക്കെ ശാസ്ത്രീയമായ പരിശോധനാ ഫലം ഉൾപ്പെടെ വരാനുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണം കടത്തിയതിന് കണക്ട് ചെയ്യുന്ന തെളിവുകൾ, കർണാടകയിലൊക്കെ അടക്കം പോയ തെളിവുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കേസിൽ കണക്ട് ചെയ്യാനുണ്ട്. പല പ്രതികളുമായി കണക്ട് ചെയ്യാനുണ്ട്. അതൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അക്കാരണത്താലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുറ്റപത്രം, ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് കോടതിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും അതൊക്കെ ഉടൻ സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞാൽ, ഒരുപക്ഷേ മാർച്ചിന് മുമ്പ് തന്നെ അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം തന്ത്രിക്ക് ഉൾപ്പെടെ ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ട്. തന്ത്രിക്ക് 41 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജാമ്യം, അതായത് സ്വാഭാവിക ജാമ്യത്തിന് മുമ്പ് തന്നെ തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അത് തെളിവുകളുടെ അഭാവം തന്നെയാണ് എന്ന് ഇന്നലെ ജാമ്യ ഉത്തരവിൽ നമ്മൾ ആ വാർത്തയും പുറത്തുവിട്ടതാണ്. പക്ഷേ ഈ കൃത്യമായ തെളിവുകൾ ഈ കേസിൽ ഇപ്പോഴും കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ കാരണത്താലാണ് ഈ കുറ്റപത്രത്തിൽ ഒരു വൈകൽ SITക്കുള്ളത്. ഈ കേസിൽ ആകമാനം പരിശോധിക്കുമ്പോൾ SITക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികൾ മുഴുവനും ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യം. പത്മകുമാർ കൂടി പുറത്തേക്ക് വന്നാൽ അത് വലിയ തിരിച്ചടിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ മാർച്ചിന് മുമ്പ് കുറ്റപത്രം ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ ഷമീർ, ശരി. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോരോ പ്രതികളും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സാഹചര്യമാണ്. ഇന്ന് പത്മകുമാറിനും ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു, പക്ഷേ മറ്റൊരു കേസിൽ റിമാൻഡിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല.